ഇന്ന് നമ്മുടെ ഡിന്നറിന് ഞാൻ എളുപ്പത്തിലുള്ള ഒരു അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. വളരെ കുറച്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവുമ്പം അതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒരു 5 സവോള വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സവോളയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ചേർക്കുന്നത്. അപ്പോൾ സവോള നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളക് കൂടെ നമ്മൾ കീറിയിട്ടിട്ടുണ്ട്. അതൊന്ന് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ആണ് നമ്മൾ ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പേസ്റ്റ് ആണെങ്കിലും ചേർക്കാം. പക്ഷേ ഫ്രഷ് ആയിട്ട് ചതച്ച് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല വഴഞ്ഞ് വരുന്ന ഒരു മണം വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മളിത് വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ തീ കൂട്ടി വെക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ അവിടെ തന്നെ നിന്ന് വഴറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ ഇത്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു തക്കാളി മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ സവോള മുട്ടക്കറി എന്നാണ് കേട്ടോ ഇതിനെ നമ്മളിവിടെ പറയുന്നത്. പക്ഷേ ഒരു ചെറിയൊരു പുളി കറിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനകത്ത് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നത്. ഈ തക്കാളിക്ക് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ഒന്ന് അരച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്കിങ്ങനെ കഷ്ണം ഇങ്ങനെ കടിക്കുന്ന ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാട്ടോ ഞാനിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർക്കുക. അതുപോലെ തന്നെ നമ്മൾ തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയൊക്കെ പിഴിഞ്ഞെടുക്കാം. ഞാനിവിടെ നമ്മുടെ ഡാബറിൻ്റെ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് നമ്മുടെ പുഴുങ്ങിയ മുട്ടയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി റെഡിയാണ്. അധികം മസാലപ്പൊടിയൊന്നും ഇടാത്ത അടിപൊളി മുട്ടക്കറി.